നാളെ ഒരു മികപ്പെരിയ സംഭവം വരാൻ പോകുന്നുണ്ട്. ഒന്നല്ല, രണ്ട് സംഭവങ്ങൾ. മലയാളത്തിൽ നിന്നും വരാൻ പോകുന്ന ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയുടെ കുഞ്ഞു ടീസറും തമിഴിൽ നിന്നും വരാൻ പോകുന്ന ഇതുവരെ ഹൈപ്പൊന്നും കയറാത്ത, പക്ഷേ ഒറ്റ ബ്രാൻഡ് നെയിമിൽ മാത്രം ഹൈപ്പ് കയറാവുന്ന ഒന്നൊന്നര ഐറ്റം തളപതി 69 ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. തളപതി 69ൻ്റെ അപ്ഡേറ്റ് മാത്രം മതി നാളെ സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ നമ്മുടെ എമ്പുരാനും കൂടി വന്നാൽ പിന്നെ പണ്ട് ശങ്കർ മഹാദേവൻ പാടിയ പാട്ട് പോലെയാവും. ഉറപ്പായിട്ടും മാസൽ ഒരു കിൻഡൽ മാസ് തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഇവരെ എതിർക്കാനായി നാളെ ആരും തന്നെ ആ പരിസരത്ത് പോലും കാണില്ല. അതെ, ടീസർ അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ കണ്ടത് പലതും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം പലതും കാണാനിരിക്കുന്നു. എമ്പുരാൻ ലൂസിഫറിനേക്കാൾ വലിയ പടമാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ പോലും എമ്പുരാൻ്റെ ടീസർ അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന ഒബ്ലിക്സ് അതിനൊരു ഉദാഹരണമാണ്. പുരാതന കാലഘട്ടങ്ങളിലെ നിർമ്മിതികൾക്ക് ഇതിലൊരു പങ്ക് വ്യക്തമാണ്. ലൂസിഫറിൽ ഗോവർദ്ധൻ പറയുന്നത് ഓർക്കുന്നുണ്ടോ? പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക്സ് അടങ്കലെടുത്ത് നടത്തിയിരുന്നു. എൻ്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചു. അതെ, ഒരു പോസ്റ്റ് വാർ കൺസ്ട്രക്ഷൻ. എന്തായാലും സംഭവം ഇருக்கு. ഇനി ദളപതി വിജയെ പറ്റി പറഞ്ഞാൽ ഇങ്ങേരുടെ കരിയറിലെ ഏറ്റവും ഹൈപ്പ് കുറഞ്ഞ പടമായിരിക്കും ഈ വരാൻ പോകുന്ന എച്ച് വിനോദ് പടം. ഇനി ഇയാളുടെ ഡയറക്ഷനിൽ ആയതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് അറിയില്ല. അതായത് അങ്ങേരുടെ അവസാന 2 പടങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. മാത്രമല്ല പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പോരായ്മയോ ആവാം കൃത്യമായ അപ്ഡേറ്റ് തരാതിരിക്കുന്നത് അവരാണല്ലോ. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് അവർ നല്ല കാര്യം ചെയ്തു. ജനുവരി 26, അതായത് നാളെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോ അങ്ങ് പുറത്തിറക്കി. അപ്പോൾ ജനുവരി 26